ഹലോ ഗായ്സ്. ഇതെന്താ ഇത്? ഹായ് ഗായ്സ്. ഹായ്. ഞാൻ ഇവിടെയല്ല പുറത്താ ടോയ്ലറ്റ് താഴെ. ഒന്നല്ല, പിന്നെ ഞങ്ങള് സിനിമയുടെ പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. പുതിയ വെറൈറ്റി. ഞെട്ടണം, അത് മതി. നിങ്ങളൊക്കെ ഞെട്ടിക്കണം. മലയാളക്കരയാകെ ഞങ്ങൾ ഞെട്ടിക്കും. അങ്ങനെ പുതിയ തലത്തിലുള്ള പ്രൊമോഷൻസ് കൊടുക്കുന്ന പുതിയ ഒരു പ്രൊമോട്ടർമാരാണ് ഞങ്ങൾ. തീർച്ചയായിട്ടും ഞങ്ങളുടെ സിനിമ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർദ്ധരാത്രിയിലെ കുളി. അതാണ് സിനിമയുടെ പേര്. അതിന്റെ പ്രൊമോഷനായിട്ട് ഇറങ്ങിയാണ് ഇന്ന് ഗെറ്റപ്പ്. അതായത് നിങ്ങൾ ആ സിനിമയുടെ തീമുമായിട്ട് ബന്ധപ്പെട്ട കോസ്റ്റ്യൂമിന്റെ സെറ്റപ്പിലും പ്രൊമോഷൻ ചെയ്യും. അങ്ങനെ ചെയ്യുള്ളൂ, ഞങ്ങൾ അങ്ങനെ ചെയ്യും. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. വേണ്ട നെഞ്ചാകൂടെ അടിക്കണോ? എന്നത് ഗേ ടൈമിംഗ് തെറ്റിക്കല്ലേ? ഈ ടൈമിംഗ് തെറ്റി ഇവിടെ പിടിച്ചു പിന്നെ തല്ലി എന്നെ ഒരുമാതിരി പഴയക്കാരാക്കി. നീ നമ്മളൊരു കാര്യത്തിന് വന്നതല്ലേ? അല്ല ചേട്ടാ, അല്ല എന്നെ നെഞ്ചാകൂടെ ടൈമിംഗ് തെറ്റിക്കല്ലേ? അല്ല, നിങ്ങൾ ഇങ്ങനെ വേഷം കെട്ടി പ്രൊമോട്ട് ചെയ്ത വേറെ പടങ്ങൾ ഏതൊക്കെയാ? ആടുജീവിതം അത് ചെയ്തിരുന്നോ? ആടുജീവിതത്തിന് 6 മാസം ഡയറ്റ് ചെയ്തു. ഷർട്ടൊക്കെ വലിച്ചു കയറി ഞങ്ങൾ നല്ല കൂറ വേഷത്തിലാണ് ഞങ്ങൾ അതിന്റെ പ്രൊമോഷൻ വേണ്ടി തിയേറ്ററിന്റെ ഫ്രണ്ടിൽ പോയി. അതേപോലെ അങ്ങനെ പ്രൊമോട്ട് ചെയ്തു. ഏതൊക്കെ തരം പ്രൊമോഷൻ ഉണ്ട് നിങ്ങളുടെ? ആവേശത്തിന്റെ പ്രൊമോഷൻ നമ്മൾ ചെയ്തായിരുന്നു. രംഗണ്ണനായിട്ട് ഇത് രംഗണ്ണൻ. റംബൂട്ടാനല്ല, അമ്പാൻ. അതെ, ആ ഗെറ്റപ്പിലാണ് ചെയ്തത്. ഞങ്ങൾ അത് ചെയ്തു. എന്തൊക്കെ തരം പ്രൊമോഷൻ ഉണ്ട് നിങ്ങളുടെ? എന്തൊക്കെ തരം വേണം? ഇപ്പൊ പണ്ട് ആ ഗാനഗന്ധർവനൊക്കെ തന്നിരുന്നെങ്കിൽ ഞങ്ങൾ എങ്ങനെ പ്രൊമോട്ട് ചെയ്തേനെ? നിങ്ങളുടെ ഈ തള്ളലി അങ്ങനെയുള്ള തള്ളൽ പ്രൊമോഷൻ ഉണ്ട്. നമ്മൾ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 8 സബ്സ്ക്രൈബർ ഉള്ള യൂട്യൂബ് ചാനലാണെങ്കിൽ നമ്മൾ പോയി ഇരിക്കണം പ്രൊമോഷന് വേണ്ടി. പോയി ഇരുന്നിട്ട് തള്ളോട് തള്ളായിരിക്കണം. നായകൻ നായികയെ തള്ളുന്നു, നായകനെ തുള്ളുന്നു, വില്ലൻ ഡയറക്ടറെ തുള്ളുന്നു. ഇതിലും ഡയറക്ടറില്ല, ആദ്യമേ ഡയറക്ടറാണ്, മറ്റേ ചുമ്മാ തള്ളി മറിക്കണം. തള്ളൽ പ്രൊമോഷൻ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ തുള്ളൽ പ്രൊമോഷൻ ഉണ്ട്. തുള്ളൽ പ്രൊമോഷൻ നമ്മൾ ഏത് പടത്തിന് വേണ്ടി ചെയ്തത്? തുള്ളൽ ടർബോയ്ക്ക് വേണ്ടി ചെയ്ത തിയേറ്ററിന്റെ വാതിൽ കിടന്ന് ഒരു തുള്ളൽ പ്രൊമോഷൻ ഞങ്ങൾ ചെയ്തായിരുന്നു. കാണിച്ചു കൊടുത്തരാ അവർക്ക്. നമുക്കൊരു പ്രൊമോഷൻ കിട്ടട്ടെ. അടിപൊളിയാണ് ടർബോ സിനിമ, അടിപൊളിയാണേ സിനിമ. മമ്മൂക്ക നല്ല ഒരു മുത്താണേ. മമ്മൂക്ക ഇനി മലയാള സിനിമയിൽ കേറി വരും. അടിപൊളിയാ ടർബോ സിനിമ. ഒരു 3 ഏത്തപ്പഴെടുത്ത് അവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ. പ്രൊമോഷൻ നമ്മൾ ചെയ്യുന്നതാണ്. നിങ്ങൾ പെയ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ് അതൊക്കെ അല്ലേ? അതെ. പെയ്ഡ് ആർട്ടിസ്റ്റ്. നമ്മളിപ്പം ഒരു പടം നമ്മുടെ ഒരു വർക്ക് തന്നാൽ നിങ്ങൾക്ക് അത് ഭംഗിയായിട്ട് പ്രൊമോട്ട് ചെയ്ത് തരാൻ പറ്റുമോ? അതാണ് തീർച്ചയായിട്ടും ഞങ്ങൾ അതിനു വേണ്ടിയിട്ടാണല്ലോ ഇവിടെ വന്നത്. വേണമെങ്കിൽ എന്റെ ഒരു തിരക്കഥയുണ്ട്, അത് കൊടുത്താലും കൊടുക്കാൻ പോകണം. ഒരു തിരക്കഥയുണ്ട്. അല്ല, അതെനിക്കറിയില്ല. അവര് വേണം ഡീൽ ചെയ്യാൻ. വേണം തിരക്കഥ അല്ല, നമ്മൾ ഓൾറെഡി നല്ല ബന്ധങ്ങളുടെ കഥ പറയുന്ന തിരക്കഥ. എന്താണ് അത് പറയൂ? കൊടുക്കില്ല, നല്ല കഥയില്ലേ? കൊടുക്കാടാ, അവര് ചെയ്യട്ടടാ. സിനിമയുടെ പേര് പറഞ്ഞു കൊടുത്താലും മതി. നൂൽബന്ധം, ബന്ധങ്ങളുടെ കഥ പറയുന്ന. അല്ല, അത് വേണ്ട. നമുക്ക് സാർ ഒരു സിനിമ വന്നാൽ നമ്മളത് പ്രൊമോട്ട് ചെയ്ത്. നമ്മുടെ ഒരു സുഹൃത്ത് പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഒരു പടം വരുന്നുണ്ട്. അതൊരു പീരിയോഡിക് ഫിലിമാണ്. നമ്മുടെ 1940 തൊട്ട് 47 ഓഗസ്റ്റ് 15 വരെയുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുന്ന പടമാണ്. സ്വതന്ത്രൻ എന്നാണ് പേര്. നമുക്ക് അതിന്റെ പ്രൊമോഷൻ ഏറ്റെടുക്കാൻ പറ്റുമോ? പിന്നെ നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി പ്രൊമോട്ട് ചെയ്യാൻ. ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ കൊണ്ടുവന്നാലും നമുക്ക് അത് നിങ്ങളെ ഏൽപ്പിക്കാം. അല്ല, നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യേ. എന്നിട്ട് നല്ല ടീമാന്ന് തോന്നുന്നല്ലേ കണ്ടിട്ട്. ഐഡിയ ചെയ്യുന്നത് നല്ലതല്ലേ? നമുക്ക് സിനിമ ഹിറ്റ് ആക്കണമല്ലോ. അതെ ആളുകളുടെ മനസ്സിലെത്തുക. കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഞങ്ങള് ഇന്ന് തന്നെ തുടങ്ങുവാണ്. തുടങ്ങും. വെരി ഗുഡ്. നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. പ്രൊമോഷൻ അക്കൗണ്ട് നമ്പറും GST ഒക്കെ തരുവാണെങ്കിൽ അതിന്റെ പേയ്മെന്റ് ഞാൻ അവരുടെ മേടിച്ചു തരാം. ആയിക്കോട്ടെ. രമേശ് ചേട്ടൻ ചെയ്യുന്ന നല്ലൊരു കാര്യമാണ്. കാരണം ടാലന്റഡ് ആയിട്ടുള്ള ഒരു ടീമിന് നല്ലൊരു അവസരം. പ്രൊമോഷനെ കൺവെൻഷണൽ ആയിട്ടുള്ള ഐഡിയകൾ ഇനി വർക്കൗട്ട് ആവില്ല. പുതിയതായിട്ട് എപ്പോഴും സിനിമയ്ക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ആലോചിച്ചാലേ പ്രൊമോഷൻ നിൽക്കുള്ളൂ. അതുകൊണ്ടാണ്. നല്ല കാര്യം അല്ലേ? മലയാളക്കരയാകെ പ്രകമ്പനം കൊള്ളിക്കുവാൻ അടുത്ത ആഴ്ച മുതൽ തിയേറ്ററുകളിൽ പ്രദർശനം എത്തുന്നു സ്വതന്ത്രൻ. ഇങ്ങനെയോ? വേണ്ട, ഇത് മാറിപ്പോയി. ഇല്ല, ഇപ്പൊ ഞങ്ങള് സ്വതന്ത്രരാണ്. ഇപ്പൊ പ്രൊമോഷൻ പോയ പടം 100 മനുഷ്യ അവിടുന്ന്. ആ സ്വാതന്ത്ര്യം ഇവിടെ വേണ്ട. ആ സ്വാതന്ത്ര്യം വേണ്ട. വേറെ സ്വാതന്ത്ര്യമായിരുന്നു കേട്ടോ. ഞങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് വരാന്ന്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ഡോർ അടച്ചോ. എന്തൊരു കഷ്ടമാണ്.